ഇത് സവാള, കൊച്ചുള്ളി. എന്താ വില ആണ് സവാള? എന്തായിട്ട് 20? ഇതാ ഇത് 20? 25, 30 പക്കത്തില് 40. പാവൂർ ചത്രം മാർക്കറ്റിൻ്റെയാണ്. തമിഴ്നാട്ടിലെ അത്യാവശ്യം തെക്കൻ മേഖല, കേരളത്തിൻ്റെ തെക്കൻ മേഖല ആശ്രയിക്കുന്ന തമിഴ്നാട്ടിലുള്ള ഒരു മാർക്കറ്റാണ് പാവൂർ ചത്രം മാർക്കറ്റ്. ഇത്തിരി വൈകിയാണ് നമ്മൾ മാർക്കറ്റിലെത്തിയത്. മഴ ഒരു വലിയൊരു പ്രശ്നമുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഇവിടുത്തെ വില വിവരങ്ങൾ ഒന്നറിയാം. ഇന്നത്തെ സവാള നമ്മളവിടെ മാർക്കറ്റ് ഹോൾസെയിൽ വില 42 ഇവിടെ ഇവരെ റേറ്റ് എത്ര? 39 അല്ലേ? പുതുസാണ് സവാള. പക്ഷെ വേറൊരു കേസുണ്ട്. അവിടെ 40 കിട്ടുമ്പോൾ അല്ലെങ്കിൽ 42 കിട്ടുമ്പോൾ ഇവിടെ നിന്ന് അട്ടിക്കൂലിയുണ്ട്. കേരള കച്ചവടക്കാരെ വിലയിരുത്തേണ്ട സംഗതി എങ്ങനെയാണല്ലോ. ലോഡിംഗ് ചാർജ്, ഇവിടെ അട്ടിക്കൂലി, പടുക, എല്ലാ സംഗതിയും വരും. ഇതെല്ലാം ചേർത്ത് അടുത്ത് ചെക്ക് പോസ്റ്റ്, ഇതെല്ലാം കഴിച്ച് വണ്ടിക്കൂലി നോക്കണം. ഈ സൈഡ് കിഴങ്ങ് എല്ലാം പുതുക്കിഴങ്ങ് വന്നു തുടങ്ങി കേട്ടോ മാർക്കറ്റിൽ. ഇപ്പോൾ നേരത്തെ ആഗ്ര കിഴങ്ങായിരുന്നു, പഴയ കിഴങ്ങായിരുന്നു. എന്നാ വില പോകുന്നുണ്ടേ? പുതുക്കിഴങ്ങാ? എന്താ വില പോകുന്നുണ്ടേ കിഴങ്ങ്? 20 പുതു. രാവിലെ ലോഡ് ചുരണ്ട വന്നിരിക്കും. നാളേക്കുള്ള ഒന്നും കൺഫേം ആയില്ല. ഒരേ മഴ, അവിടെയും മഴ, ഇവിടെയും മഴ. കിഴങ്ങ് വന്നുകൊണ്ടിരിക്കുന്ന പഴയ കിഴങ്ങ് നമ്മളെ മാർക്കറ്റിൽ കേരളത്തിൽ കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ അത് കുരുപ്പ്, ഈ കാലാവസ്ഥയെ കുരുപ്പായതുകൊണ്ട് തന്നെ ആരും കൂടുതൽ എടുക്കത്തില്ല. ഡാമേജും ഒക്കെ കൂടുതലാണ്. അതുകൊണ്ട് പുതിയ കിഴങ്ങ് കഴിഞ്ഞ ആഴ്ച തൊട്ട് പുതിയ കിഴങ്ങ് വന്നു തുടങ്ങിയിട്ടുണ്ട് ലോഡിൽ. ഇത് തക്കാളി, നാട്ടു തക്കാളിയാണ്. ആ തക്കാളി മുടിച്ചാ എടുക്ക. എന്നാ വില ആണ് ഇത്? 500? പെരുസ എടുക്ക. ഇത് ചെറിയ സൈസാണ്. ഒരു പെട്ടി 500 രൂപയാണ് തക്കാളി. എന്താ പെരുസ എന്നാ വില അണ്ണാ? 550? ഇത് വലിയ തക്കാളി 550. നമുക്കിന്നവിടെ വില 700ഓളം പോകുന്നുണ്ട് കേരളത്തിൽ വില. ഇത് ചെറിയ സൈസാണ് 500. കാരണം കേരള കച്ചവടക്കാരെ കുറ്റം പറയാൻ പറ്റൂല കേട്ടോ. കാരണം ഇത് ഇനി അവിടെ എത്തുമ്പോൾ ഡാമേജ് പോകും. വണ്ടി പറയുക ഇല്ലേ? എന്നാലും 3 കിലോ 4 കിലോ ഒരു പെട്ടിക്ക് ഡാമേജ് തൂക്കൊക്കെ പോയില്ലേ? ചില്ലറ വ്യാപാരം പണ്ടതൊക്കെ ഡാമേജ് പോയില്ലേ? കേരളത്തിൽ കൂടുതലും വെണ്ടയ്ക്ക് വരുന്നത്, പച്ച ഐറ്റങ്ങൾ ഒക്കെ തന്നെ വരുന്നത് ഇവിടെ നിന്നാണ്. പക്ഷെ നമ്മുടെ തെക്കൻ മേഖലയിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം എന്നീ ജില്ലകളിലൊക്കെ മെയിനായിട്ട് കൂടുതലും പച്ച ഐറ്റങ്ങൾ ആശ്രയിക്കുന്നത് ചൊറണ്ടൈ, സത്രം ഇതുപോലുള്ള മാർക്കറ്റുകളാണ്. എന്താ വില അണ്ണായി? എന്താ വില പോകുന്നുണ്ട? 18 രൂപ? 18 രൂപ ഒരു കിലോയ്ക്ക്. മഴ ரொம்ப அதிகம் இல்லையா? மழை விஷயம் ஒரே மழை. ഈ സൈഡ് ഫുള്ള് സവാളയാണ്. സവാള, ഉള്ളി ആ സൈഡ്. ഇതിനേക്കാളും ഹെവിയാണ് തിരുനെൽവേലി മാർക്കറ്റ്. സവാള, ഉള്ളിയൊക്കെ ഫുള്ള് ആ സൈഡ് മൊത്തം വരും. പൊടിച്ചെടുക്കാം മൊത്തം. എന്താ വില പോകുന്നത്? 9 രൂപ. എനിക്ക് 9 രൂപ മൊത്തം വില. അതുകൊണ്ട് കോസ്, ഫ്ലവർ, ആ ഏരിയയിൽ ക്ലോസ് ഫ്ലവറൊക്കെയാണ്. ഇത് ഫുള്ള് ഇനി സവാള സെക്ഷനാണ്. എല്ലാം പുതിയ കട്ടിങ്, ഫ്രഷ് ക്രോപ്പ് ഉണ്ട്, അതുപോലെ ഓൾഡ് ഉണ്ട്. ഇവിടെ എന്താ വില പോകുന്നത് ചോദിച്ചു നോക്കാം. എന്താ വില ആണ്? എന്താ വില പോകുന്നത്? 26. ഇത് 40. കമ്മിയാവാതാ? കമ്മി വരാതാ? ഇത് 26. ഈ 2 സൈസ് மட்டும் இருக்கா? வேற இருக்கா?
വേറെ എടുക്കാം. വില കൂടുതലാ കുറവാ? ഇതെന്താ വില? 27. എന്നാ പൂണ്ട എവിടെ വില പോകുന്നത്? 240. ഇത് 200. അല്ലി പോയി പിടിച്ചാ. ഇത് 200. 160. ഇത് വന്ന് പെരിയ സൈസ് 240. 240, 160, 200 അങ്ങനെ 3 സൈസ് പൂണ്ട്. ഇത് വന്ന് വലിയ സൈസ് പൂണ്ട്. അണ്ണാ എന്താ വില പോകുന്നത്? 250 കിലോക്ക്? എത്ര കിലോ അത് എല്ലാമേ സെയിമാ? ചാക്ക് പൈ ഫസ്റ്റ് ക്വാളിറ്റി 245. കുറഞ്ഞത് വന്ന് ഇതും സെയിമാ? 210 தெளிவா இருக்கு. ഇതെന്താ വില? ഇത് പിടിച്ചെടുക്കാം 210. மீடியம் டைப் இதுக்கு அடுத்த சைஸ் அடுத்த சைஸ் பாருங்க. இது பாருங்க 210. இது 225. ലാസ്റ്റ് 10 மூடை எடுத்தாலும் உங்களுக்கு அந்த ரேட் தான். எத்தனை மூடை வாங்க? ഒരു മുട പോകും 223 போட்டு தானே. நானே 230 அவனுக்கு 223 போட்டுறேன். 220 നടക്കും. പൂണ്ട് ഇവിടെ 220 രൂപ. പൂണ്ട് നിലവിൽ വില കൂടുതലാണ് കേട്ടോ. കേരളത്തിൽ 240 ഒക്കെ പോകുന്നുണ്ട് അല്ലേ? 40, 250 വരെ ഹോൾസെയിലായിട്ട് ചെയ്യുന്നുണ്ട്. ഓരോ പൂണ്ടിന് ഒരുപാട് ക്വാളിറ്റിയിൽ വ്യത്യാസം മാത്രമല്ലേ. നമ്മളവിടെ ഒരിക്കലും കേരളത്തിലെ കച്ചവടക്കാരെ കുറ്റം പറയാൻ കഴിയില്ല. കാരണം ഒരു ചാക്ക് പൂണ്ടെടുത്താൽ കൂടുതൽ നമുക്കറിയാം പലരും വന്ന് വാങ്ങുന്ന 250 ഗ്രാം വെച്ച് 4 തൂക്ക് 1 കിലോ തൂക്കണം. അങ്ങനെ തൂക്ക് പോവും. അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ട്. ഇതൊന്ന് ചോദിച്ചു അത് പിടിച്ചാ ശരി വരുമാ? എന്താ വില പോകുന്നത്? 27. എന്താ ഒരേ സൈസാ ഈ കിടക്കുന്ന സൈസ്? സെയിം സൈസാ? ഇവിടെയും അത് എന്നടേ വില 23, 24, 27 ഒക്കെ തന്നെ. മാർക്കറ്റിൽ കൂടുതൽ നമുക്ക് ലോഡ് പോകുന്ന കേരളത്തിൽ വരുന്നത് കൊല്ലം, തിരുവനന്തപുരം, കേരളത്തിൻ്റെ തെക്കൻ മേഖല, ഏകദേശം കോട്ടയം, പത്തനംതിട്ട, തിരുവനന്തപുരം, കൊല്ലം, ഇങ്ങനെ 4 ജില്ല മെയിനായിട്ട് ആശ്രയിക്കുന്ന പച്ച ഐറ്റങ്ങൾ ആശ്രയിക്കുന്ന കൂടുതലും ഇവിടെ. പിന്നെ നമുക്ക് വരുന്നുണ്ട് അങ്ങോട്ട് മൈസൂർ, ഊട്ടി ഒക്കെ പ്രദേശങ്ങളിൽ നിന്ന് വരുന്നുണ്ട് സാധനങ്ങൾ. അത് ബീൻസ്, ക്യാരറ്റ്, അങ്ങനെയുള്ള കുറച്ച് സെലക്റ്റഡ് ഐറ്റങ്ങളെല്ലാം ഊട്ടി, മൈസൂർ, ഒസൂർ, കോളാറ്. ഒരുപക്ഷെ തക്കാളിയൊക്കെ നമുക്ക് ഇവിടത്തെക്കാളും കുറച്ച് കേരളത്തിൽ കിട്ടും. കാരണം അവിടെ നിന്ന് ഡയറക്റ്റ് കോളാർ എന്നൊക്കെ ഡയറക്റ്റ് എടുക്കുന്ന ടീമുകളുണ്ട്. ഇഞ്ചിയുടെ വില 4800 രൂപ. 1800. ഒരു മുട പോലും 4800. ചാക്കോട മൊത്തം 60 കിലോ 60 കിലോ മൊത്തமாக വരും. 50 കിലോ ഉണ്ടാവും. മണ്ണ് കഴിഞ്ഞ് 55 കിലോ ഉണ്ടാവും. മണ്ണ് കഴിഞ്ഞ് 50 കിലോ കിട്ടും. അതിന് വില 1 കിലോ ഒരു മൂടൊക്കെയാണ് പറയണത് 4800 രൂപ. നമ്മളവിടെ എത്തുമ്പം 20 രൂപ 200 രൂപ എക്സ്ട്രാ വരും. 5000 രൂപ അല്ലേ? ഇവിടെ ഈ ഭാഗത്തൊക്കെ ഫുള്ള് സാധനങ്ങളുണ്ടാവും. ആ സൈഡിൽ 2 സൈഡിലും ഫുള്ള് നമ്മളെ വെട്ടൈറ്റങ്ങളൊക്കെ ഉണ്ടല്ലോ, വെട്ട് കഷ്ണങ്ങളൊക്കെ ഉണ്ടല്ലോ, സാമ്പാർ കഷ്ണങ്ങളായിട്ടുള്ള വെള്ളരി, തടിയൻ, അതുപോലെ തന്നെ മത്തൻ, ചുരയ്ക്ക, പടവലം ഒക്കെ നിറച്ചുണ്ടാവും ആ സൈഡ്. ഇത് നമുക്കിവിടെ ഈ കൊലയുടെ അതും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് കൊല ഇവിടെ താറെന്നാണ് പറയുന്നത് കേട്ടോ. നമ്മളവിടെ കറിക്ക എന്ന് പറയും, ഇവിടെ താറെന്നാണ് ഈ സാധനത്തിന് പറയുന്നത്. താറുണ്ട്, വില നമുക്ക് കേട്ട് നോക്കാം. എന്നാൽ നമുക്ക് അവിടെ കേരളത്തിൽ ഈ കൊല വരുന്നത് 25 രൂപ 26 രൂപ ഹോൾസെയിൽ വരുന്നുണ്ട് കേരളത്തിൽ. ഇവിടെ എത്രയാണ് ഇന്നത്തെ വില എന്ന് നോക്കാം. വളരെ കുറവാണ്. സാധാരണ ഇവിടെ ഫുള്ള് നിറച്ചുണ്ടാവും. ഈ സൈഡ് മൊത്തം നിറച്ച് ഇങ്ങോട്ടൊക്കെ ഫുള്ള് നിറച്ചുണ്ടാവും. മഴ ആയതുകൊണ്ട് വളരെ, കാരണം നമ്മൾ വന്ന ദിവസം ഒന്നും മഴയുണ്ട്. പക്ഷെ കേരളത്തിൽ മഴയൊന്നും കുറവാണ്. നമ്മൾ തിരിക്കുമ്പോൾ വൈകുന്നേരത്തോടെ ഇവിടെ വില മാർക്കറ്റ് നല്ല മഴയാവുന്നത്. നമുക്ക് അവിടെ നോക്കാം, അവിടെ ചോദിക്കാം.
ഇതെല്ലാം മുടിഞ്ഞെടുക്ക മുടിച്ചിരിക്ക കപ്പ എന്നാ വില പോകും? ആമാ മൊത്തമാ മൂട് 600 550. ഏത്ത എന്നാ വില? അതേ സെയിം കൊലയ്ക്ക്. ഏത്തന് ഒരു കൊല 200 250 300 ഈ റേഞ്ചാണ്. കപ്പ 600. ഇവിടെ കൊലയാണ് കേട്ടോ തൂക്കം. നമ്മളവിടെ ഫുള്ള് അല്ലാതെയാണ് വരുന്നത്. ഇവിടെ കൊലയായിട്ടുള്ള പരിപാടിയാണ്. രസകഥല എന്നാ വില? എല്ലാമേ സെയിമാ വില കൂടെ? എന്നെ വില പോകുന്നേക്ക്? ഇതേ 250 രൂപ. ഇത് തന്നെ 250 രൂപ ഒരുക്കുന്നു. ഈ കിടക്കുന്ന 3 കൊല ഒരു കൊല 250 രൂപ ഒരുക്കും. മൊത്തം 250? ഒരു കൊല 250? ഒരു കൊല 250? പക്ഷെ ഇതപേക്ഷിച്ച് ഇന്നിപ്പം നമ്മളവിടെ വില കുറവാണ് കേട്ടോ. 52 51 രൂപയേ ഉള്ളൂ ഫുള്ള് റേറ്റ് വരുന്നത്. ഇത് താറെന്താ വില പോകുന്നത്? 22. അവിടെ മാങ്ങ ഉണ്ട്. അവിടെ നമുക്ക് ജസ്റ്റ് നോക്കിയിട്ട് വരാം. മാങ്ങ എടുക്കാ മുടിഞ്ഞെടുക്ക. എന്താ വില പോകുന്നത്? 50 രൂപ. ലെമൺ എന്നാ വില പോകുന്നത്? 100 രൂപ. മാങ്ങ 50 രൂപ വില ഇന്നിവിടെ മാർക്കറ്റ്. 50-55 രൂപ വില പോയിട്ടുണ്ട് മാങ്ങ. നമ്മളവിടെ ഇതൊക്കെ സെയിം റേറ്റ് തന്നെ കേട്ടോ. കേരളത്തിലും സെയിം തന്നെയാണ് വന്നേക്കുന്നത്. നാരങ്ങ 100 രൂപ പോയിട്ടുണ്ട് ഇന്നിവിടെ. കാരണം ലോഡ് കുറവായതുകൊണ്ടാണ് ഇന്ന് വില കൂടുന്നത്. ഇവിടെ ഫുള്ള് കോസ് പിന്നെ ഇപ്പുറത്തെ ചെറിയ അച്ചടമുണ്ട്. പിന്നെ ബീൻസ്, ചൗച്ചവ്, കത്തിരി, സലാഡ്, വെള്ളരി, അങ്ങനെയുള്ള സംഗതികൾ. പിന്നെ തക്കാളി ഉണ്ട്. തക്കാളി തടിപ്പെട്ടി തക്കാളി ഉണ്ട്. തടി ബോക്സ് ഉണ്ട്, അല്ലാത്തതുണ്ട്. ചോദിച്ചോളൂ. തക്കാളി എടുക്ക 750. 750 രൂപ റേറ്റ് പോകുന്നുണ്ട് ബോക്സ്. ഏകദേശം ഒരു 30 കിലോ ഒക്കെ അടുപ്പിച്ച് നമുക്കിത് വെയിറ്റ് കിട്ടും തക്കാളി. മറ്റത് നമുക്കിപ്പോൾ ഫൈബർ പെട്ടിയിൽ വരുന്ന ഇത് 28 കിലോ വെയിറ്റ് ഉണ്ടാവും. പക്ഷെ അത് തൂക്കിലൊക്കെ അവിടെ വരുമ്പോൾ ഇത് തന്നെ വില പോകുന്നത്? എത്ര? 550. ഒരേ സൈസാ? ചിന്ന സൈസ് ഇല്ല? ഇത് അപ്പുറം ഇത് തന്നെ 550 രൂപ തന്നെയാണ് വില. നമുക്ക് അവിടെ തൂക്കിന് ഒരു 25 കിലോ പ്രതീക്ഷിക്കാം. 28 കിലോ വെയിറ്റ് ഉണ്ട്, 25 കിലോ പ്രതീക്ഷിക്കാം. കോസ് തന്നെ മോള് അല്ല 1050. കോസ് എന്ത് 1050 ഒരു മൂട. ഇതും സെയിമൊക്കെ തന്നെയാണ് കോസ്. കേരളത്തിന് വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. ഉള്ളിയാണേ എന്നാ ഉള്ളി എന്നാ വില പോകുന്നത്? ഇത് 70 രൂപ വില ഉണ്ട് കേട്ടോ. ഉള്ളി 70 രൂപ വില പോകുന്നുണ്ട്. 70 രൂപ വില. ഈ സാധനം നമുക്കവിടെ 80 രൂപ നമ്മൾ വില വെക്കുന്നുണ്ട് കടകളിൽ. കാരണം അവരെ കുറ്റം പറയാൻ കഴിയില്ല. 80 രൂപ എന്ന് പറഞ്ഞാൽ 10 രൂപ മാർജിനാണ്. അവർക്കൊന്നും കിട്ടാനില്ല. കാരണം ഇവിടെ നിന്ന് 70 രൂപയ്ക്ക് എടുത്ത് 2 രൂപ വണ്ടിക്കൂലിയാവും, ലോഡിങ് കൂലിയാവും, അട്ടിക്കൂലിയാവും, ചെക്ക് പോസ്റ്റ് ആവും, അവിടുത്തെ ലോഡിങ് ആവും. എല്ലാം കൂടെ ആകുമ്പോൾ ഇത് 73 രൂപയോളം വില ഒരു കച്ചവടക്കാരന് കേരളത്തിൽ വീഴും. ആ സാധനമാണ് 80 രൂപയ്ക്ക് അവിടെ സെയിൽ ചെയ്യുന്നത്. പിന്നെ 35 രൂപയ്ക്കും സെയിൽ ചെയ്യുന്നവരുണ്ട്. അത് ചെറിയ ഉള്ളി, നമ്മൾ നേരത്തെ കണ്ട കണക്കുള്ള ചെറിയ ചെറിയ ഉള്ളി. കാരിമുളക് എന്നാ മുളക് എടുക്ക 40 രൂപ. മുളക് 40 രൂപയുണ്ട്. അന്നത്തെ വില 40 രൂപ. എല്ലാം തീർന്നു മുളക്. ഇന്നലെയൊന്നും മുളകൊന്നും ഇല്ല മാർക്കറ്റിൽ. ഇന്നിപ്പോൾ വളരെ കുറവാണ് മാർക്കറ്റിൽ മുളക്. ഇത്ര അല്ല മുളക് നല്ല ശരിക്ക് വരേണ്ടതിനൂടെ 40 രൂപ വിലയുണ്ട് മുളക്. നമ്മളവിടെയും ഇതൊക്കെ തന്നെയാണ് വില ഇന്നത്തെ. എന്നാ ചേന എന്നാ വില എന്നാ നോക്കി? എന്താ മാർക്കറ്റ് എന്നാ വില പോകുന്നേ?
ചേന വന്നതേ ഉള്ളൂ കേട്ടോ. ഇവിടെ മാർക്കറ്റിലോട്ട് വന്നിട്ടേ ഉള്ളൂ. നിലവിൽ ഇവിടെ ചേന ഒരു സ്ഥലത്തും കാണാനില്ലായിരുന്നു. കാരണം ചേന ഇപ്പോൾ തട്ടാണ്. ഇവിടെ 40 രൂപ 42 രൂപ ഒരു വില പറയുന്നു. പക്ഷേ അത് കറക്റ്റ് അല്ല. ഇന്ന് കേരളത്തിൽ 70 രൂപ 80 രൂപ വരെ റീറ്റെയിൽ ചേന വിൽക്കുന്നുണ്ട്. കാരണം തമിഴ്നാട്ടിൽ നിന്ന് കർണാടകയിൽ നിന്നൊക്കെ ഉള്ള ചേനയുടെ വരവ് വളരെ കുറഞ്ഞിരിക്കുന്ന സംഗതിയാണ്. നമ്മൾ മാർക്കറ്റിൽ വന്നിട്ട് നമുക്ക് ആകെ ഈ ഒരു വണ്ടി ചേന മാത്രമാണ് കാണാൻ പറ്റിയിട്ടുള്ളത്. ഇതെല്ലാം ലോഡ് കേരളത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന ലോഡുകളാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ പാവൂർ ഛത്രം മാർക്കറ്റിൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.